നാളത്തേക്ക് ഇതേ ഇങ്ങനെ തളർന്നു. അതുകൊണ്ട് ഞാനത് പോയി. നമുക്ക് അസുഖം വരുമ്പോ ഇങ്ങനെ തളർന്നിരിക്കില്ല. ഓ അമ്മ രാവിലെ തന്നെയുള്ള പരിപാടികൾ. ഇതല്ലേ ഇവിടെ വേറൊരു സാധനം കയ്യിലെടുത്ത് വെച്ചേക്കാം. അത് ഞാൻ കാണിക്കാനായിട്ട് എടുത്തതാ. ഇതിപ്പോ തേങ്ങ മതി. തേങ്ങ ഓഫ് ചെയ്യാൻ ചൂടായി കഴിഞ്ഞു. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റാണ്. ഇഡലിയും സാമ്പാറും ആയിരുന്നു. സാമ്പാർ തീർന്നു പോയി. അപ്പൊ പിന്നെ മകൾക്ക് സാമ്പാറിനോട് വലിയ താല്പര്യമില്ല. ഇഡലിയുടെ കൂടെ കഴിക്കാൻ. ഇഡലിയുടെ കൂടെ കഴിക്കാൻ എന്നാ ഇഷ്ടമെന്ന് സ്വയം പറഞ്ഞോ? മീൻകറി. ചുവന്ന മുളക് ചാറ് മീൻകറി. അപ്പൊ അതിന് ഇഡലി ഇവിടെ വെക്കാം. എന്നിട്ട് മീൻകറിയുടെ ചട്ടി ഇങ്ങോട്ട് എടുത്ത് വെക്കാം. നെയ്മീൻ കറിയാണ്. സ്പെഷ്യൽ ഉഗ്രൻ നെയ്മീൻ കറിയാണ് ഞാൻ ഇത്തവണ കഴിക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടെ ഒപ്പം കഴിക്കാൻ പോണേ. അപ്പൊ നെയ്മീൻ എടുത്തോട്ടെ. അമ്മയ്ക്ക് ഇഡലിയുടെ കൂടെ എന്ത് കഴിക്കാനാ ഇഷ്ടം? ഞാനും അപ്പയും ഇഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തി ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സാമ്പാർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. രണ്ടും കൂടെ രാവിലെ ഓടൂല, വണ്ടി ഓടിയില്ല. അതുകൊണ്ട് ഞാൻ ഇഡലിയും സാമ്പാറുമാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. അപ്പൊ സാമ്പാർ സ്വല്പം ഫ്രിഡ്ജിലുണ്ട്. നിനക്ക് മീൻകറി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പുറത്തേക്ക് എടുത്തില്ല കേട്ടോ. മതിയോ? അപ്പൊ ഇഡലി വേണമെങ്കിൽ ചാറെടുത്തോണ്ട് പോക്കോട്ടോ. ഇഡലിയും സാമ്പാറും കഴിക്കേ. ഇതിന്റെ മീതെ വെക്കുക. സെപ്പറേറ്റ് വെച്ചാ ഇവിടെ വെക്കാം. ഇങ്ങനെ വെക്കാം. ഉണ്ടോ? കാലം മാറ്റുവാണേ. അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ഇതേ ഇവിടെ എന്തൊക്കെ പരിപാടികൾ അമ്മ ആസൂത്രണമൊക്കെ ചെയ്യണുണ്ട്. ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ്. അവല് നമ്മൾ ചൂടാക്കിയായിരുന്നു. ചൂടാറി കൈ കൊണ്ട് ഞരടിയാ പോരാ. ഇനി ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അവലും പൊടിക്കും. തേങ്ങയും വെള്ളം വലിച്ചെടുത്ത വെള്ളമയത്തോട് കൂടി എടുത്ത തേങ്ങ കാറും. അപ്പൊ ഉണ്ട ഉരുട്ടാനാട്ടോ ഇതുകൊണ്ട് അവലുണ്ട. അപ്പൊ ഇത് രണ്ടും നീ ഇത് കഴിച്ചേച്ച് പോരെ. ഇത് രണ്ടും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി വെക്കും. ചൂടാറി കഴിഞ്ഞാട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഉരുട്ടിയെടുക്കാം. കഴിച്ചേച്ച് വന്ന രാവിലത്തെ. അപ്പ എവിടെയാ പോയി വരണേ? എത്ര മണിയായി നോക്കി? 1:55. ആഹാ, എന്നാ കൊറേ വൈകിയ? ജീവിതത്തില് ഇതുപോലെ സംഭവിക്കാറില്ല. ഇത് വൈകിട്ടത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം. 4 മണിക്ക് പോരാ. 1:30 വിട്ട് പോകാറില്ല ഒരിക്കലും. ഇതെന്നാ ഇത്രയും വൈകിയ? കടന്നു വരട്ടെ. എന്താ കയ്യില്? അപ്പൊ ഊണ് ഇന്ന് സിമ്പിളാണ്. ചേന ഉലർത്തിയതിൽ ഇത്തവണ ഞങ്ങൾ മീറ്റ് മസാല ഇട്ടു കേട്ടോ. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. 2 പ്രാവശ്യമായിട്ട് മീറ്റ് മസാല. അതെ നല്ല രുചിയുണ്ട് കേട്ടോ. ചേന ഉലർത്തിന്റെ കൂടെ മീറ്റ് മസാല സൂപ്പറാ. പിന്നെ നെയ്മീൻ കറി, ക്യാരറ്റ് ഉപ്പിലിട്ടത്, അതാണ് ഇന്നത്തെ ലഞ്ച്. നിനക്കൊരു വെളാമീൻ വറുത്തതാ. നിനക്ക് മാത്രമേ സ്പെഷ്യൽ ഫോർ വെളാമീൻ വറുത്തതിരുന്നതാട്ടോ. സംസാരിക്കാൻ സമയമില്ല. ടൈം തെറ്റിയ ഊണ് കഴിക്കാം. അതെ നിങ്ങൾ എല്ലാവരും ഊണ് കഴിച്ചു എന്ന് വിചാരിച്ചു. കഴിച്ചു കാണും. 2 മണിയാവും. 2 മണിയായി. എല്ലാവരും വൈകുന്നേരത്തെ ചായ 4 മണിക്കേ തരുള്ളൂ. 3:30-ക്കില്ല. അമ്മ ഇന്ന് എന്താ ചായക്ക് ഉദ്ദേശിക്കണേ? ഇന്ന് വൈകുന്നേരം 3:30-യുടെ 4 മണിയുടെ ചായക്ക് റസ്കേ ഉള്ളൂ. പക്ഷെ ഒരു 5:30 ആകുമ്പോ പാലപ്പവും ഫിഷ് മോളി ആട്ടിയിട്ടിട്ടുണ്ട്. ഫിഷ് മോളി ഉണ്ടാക്കണം. അപ്പൊ വേഗം ഊണങ്ങ് കഴിക്കാം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാളയംകുടൻ പഴം പുട്ടിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാളയംകുടൻ. എനിക്കും കുഴപ്പമില്ല, ഒരുപാട് കഴിക്കില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഞാലിപ്പൂലാണെങ്കിൽ നമ്മൾ ഈ അരിഞ്ഞിട്ടിട്ട് കസ്റ്റാർഡിൻ്റെ കൂടെ ഇട്ട് കഴിക്കാൻ നല്ല രസമാണ്. ഇതാകുമ്പോൾ ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ഇത് ഉണങ്ങാനൊക്കെ നല്ലതാ അല്ലേ? ഉണങ്ങി കഴിഞ്ഞാൽ സൂപ്പറാണ്. നല്ല വെയിൽ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉണങ്ങണം. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വേഗം വി ക്യാൻ മൂവ് ടു അമ്മാസ് കിച്ചൺ. സമയം എത്രയായി? 4 മണിയായി കേട്ടോ. അമ്മ എന്തൊക്കെയോ കുക്കിങ്ങിനായുള്ള പ്രിപ്പറേഷനാണ്.
ആ ഇന്ന് ഫിഷ് മോളിയാല്ലേ ഉണ്ടാക്കണേ. അപ്പത്തിന്റെ പൊങ്ങി എന്റെ ചായ ഇവിടെ ഇരിക്കണെന്ന് എടുത്തോ. മുളകിട്ട ചായയോ? അത് ചായ ഇട്ടേ. വർത്താനം പറഞ്ഞതിനും ഇത് ഇടണം, എന്തിനാന്ന് പറയാം. പഴമൊക്കെ എടുത്ത് വെച്ചു അമ്മ. വല്യപ്പഴം ഒന്നും കൊണ്ടുവന്ന അപ്പൊ ഉച്ചക്ക് കവറിലിരുന്നാ കൊള്ളൂല്ലോ, പ്ലാസ്റ്റിക് കവറിൽ സൂപ്പറായിട്ടുണ്ടോ? അമ്മയുടെ പഴമട്ടി അത്. ഞാനിത് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഉണ്ടോ പൊടിഞ്ഞു പോവാ, അത്ര സോഫ്റ്റാ. നല്ല മഴക്കാറ് പുറത്തുണ്ട്, അതുകൊണ്ട് നല്ല ഉഷ്ണ ഒന്ന്. പക്ഷേ മഴക്കാറുണ്ടെന്നും പറഞ്ഞ ആന്തൂറിയോ എങ്കിലും നനച്ചില്ലെങ്കിൽ, ബാക്കിയുള്ളത് പിന്നെ ബിഗോണിയ വലിയ കുഴപ്പമില്ല, അതിനും വെള്ളം ഒഴിക്കണം. നനച്ചില്ലെങ്കിൽ ഷെയ്ഡിലിരിക്കണോണ്ട് നാളത്തേക്ക് ഇതേ ഇങ്ങനെ തളർന്നു. അതുകൊണ്ട് ഞാനത് പോയി. നമുക്ക് അസുഖമൊക്കെ വരുമ്പോ ഇങ്ങനെ തളർന്നിരിക്കില്ല. അപ്പൊ അമ്മ അത് കഴിഞ്ഞ് വന്നിട്ടാണ് നരഞ്ഞു പൊങ്ങിയിരിക്കുന്ന പാലപ്പമാണ് ഇന്ന് അമ്മ ചുടാൻ പോകുന്നത്. 4 പ്രാവശ്യമായി അപ്പ പറയാനുണ്ട് അപ്പക്ക് ഡിന്നർ ഇത് മതി. ആയിക്കോട്ടെ, ഡിന്നറോ ഈവനിങ്ങോ എങ്ങനെ വേണേലും കഴിക്കാം. സംഭവം അപ്പക്ക് ഡിന്നർ ആണങ്ങ് പിടിച്ചത്. കാരണം ഇന്ന് നമുക്ക് വേറൊരു വിരുന്നുകാരൻ കൂടി ഉണ്ട്. നമ്മുടെ ബീഫും ചിക്കനും അല്ലാത്ത വിരുന്നുകാരൻ, ഫിഷ് മോളി, നെയ്മീൻ ഫിഷ് മോളി. ഇഷ്ടപ്പെട്ട വിരുന്നുകാരനുള്ളത് കൊണ്ടായി ഡിന്നർ മതി എന്ന് പറയണത്. ഞാൻ മുടിയാക്കട്ടെ. ട്രിക്കൊക്കെ മനസ്സിലായി. അതെ, എനിക്ക് ട്രിക്കൊക്കെ അറിയാം. 10-30 കൊല്ലായില്ലേ അമ്മയുടെ ഒരു കഥ. ശരി എന്നാ. അപ്പൊ ഇനി അമ്മ നനയ്ക്കാനൊക്കെ പോവാ. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അമ്മയുടെ കിച്ചൺ കണ്ടോ, എപ്പോഴും എല്ലാം അമ്മ അടുക്കി പെറുക്കിയാട്ടോ വെക്കണേ. എല്ലാവരും അങ്ങനെയായിരിക്കും, പക്ഷെ എന്നാലും അമ്മയ്ക്ക് അതിനകത്തൊരു ഭയങ്കര കൺസേൺ ആണ് അടുക്കി പെറുക്കി വെക്കാൻ. കുടുംബിനികൾ അങ്ങനെയാ വെച്ചത്. അതെ 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 അതെ, നല്ല ശീല. കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് എപ്പോഴും നീറ്റായിരിക്കണം. ബാക്കിയുള്ളവരുടെ നീറ്റ് ആവണ്ടെന്നല്ല പറഞ്ഞ നീറ്റായിരിക്കണം. ശരി. അതെ. ഇനി പുറത്ത് നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യും എന്തായാലും. നല്ല ഉഷ്ണം അതുകൊണ്ട് കേട്ടോ. നമ്മുടെ ഓറഞ്ച് അല്ലേ, ഓറഞ്ച് കളറിലുള്ള കൊടബന്തി വിരിഞ്ഞ് വന്നേ ഉള്ളു. ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ല. അത് തന്നെ ഇത് അമ്മയുടെ ഗാർഡനിലാണ് ഇത് ചാഞ്ഞ് കിടക്കണ കണ്ട് അപ്പ എന്താണ് ഒരു കോലൊക്കെ വെച്ച് കെട്ടി നല്ല വൃത്തിയാക്കി തന്നത്. പിന്നെ യെല്ലോയുടെ യെല്ലോ ബന്തി തന്നെ യെല്ലോ. ഇത് അത്ര കൊടബന്തി പോലെ വരൂല്ല കേട്ടോ, അത്രയും വലിപ്പമില്ല. ഇത് നല്ല കൊടം പോലെ വന്ന ബന്തിയാണ്. പിന്നെ ഇതൊക്കെ മാങ്ങാന്നാറി. അമ്മയുടെ ശലഭത്തോട്ടമാണിത്. ശലഭങ്ങൾ വിരുന്ന് വരുന്ന അതെ, രാവിലെ വിരുന്നിരിക്കും ഇവിടെ. ഗ്രാമം എന്ന് പറയണതിന് വരെ അമ്മയുടെ തോട്ടം. ഇത് പിന്നെ യെല്ലോ. ഇത് ഈ മാങ്ങാനാറി, ഈ തിക്കായിട്ടുള്ള മാങ്ങാനാറി ഞാൻ അങ്ങനെ അപൂർവേ കണ്ടോളൂ. ഇതാ കുഞ്ഞോളേച്ചി അരി കൊണ്ടുവന്ന് തന്നാട്ടോ. നിറയെ ഇതളുകൾ വന്നേക്കണുണ്ടോ, പെറ്റൽസ്. ഇവിടെ സഹായിക്കാൻ തന്നെ ചേച്ചി കൊണ്ടുവന്ന് തന്നതാ അരി. എന്നിട്ട് പായി നിറച്ച് കിളുത്ത് നല്ല രസമല്ലേ. അതെ, അത് ഞാൻ ഈ ഏരിയ ബന്ദിത്തോട്ടം ആക്കിയേക്കുവാ. അതുകൊണ്ടാ. ഇനി പോട്ടെ. അപ്പ അവിടെ മാവ് നടുവോ? മാവിന് വളരെ ഇത് വരാണ്ടൊക്കെയാ അവിടെ. ഞാൻ പോട്ടെ കേട്ടോ, വേറെ പരിപാടി ഉണ്ട്. അപ്പ ഇവിടെ ഒരു പ്രിയൂര് മാവ് നടുകയാണ്. ഇത് നമ്മുടെ കിലോ പ്രിയൂരാട്ടോ. ഒരു മാങ്ങ 1/2 കിലോ വരെ ഉണ്ടാവും എന്നാ പറയണേ. ഹോം ഗ്രോണിൻ്റെ ആണിത്. കണ്ടോ, മാംഗോ പ്രിയൂർ. ടാഗ് എന്താ കളയാത്ത? നല്ല ഗ്രീനറി. ഇതെന്നാ കസേരയിൽ മുണ്ട് വെച്ചേക്കണേ? കസേരയിൽ മുണ്ട് വെച്ചേക്കണേ എന്നാന്ന് വെച്ചാ, അപ്പൊ ഇന്ന് ഡെയിലി ഷോപ്പിംഗ് ഇല്ലേ പുറത്താ, നമ്മുടെ ടൗണിലാ പോയപ്പം ഇന്നലെ കണ്ടുവെച്ചതാണ് ഞാൻ ഈ ഒറ്റമുണ്ട്. അതായത് കരയുള്ള ഒറ്റമുണ്ട്, കോടി കളർ. അതെ, ഒരെണ്ണെടുത്ത് കാണിക്കാം. അത് ഈ നടക്കാൻ പോവാൻ യൂസ് ചെയ്യണം ഇങ്ങനത്തെ മുണ്ട. ഡബിൾ ആകുമ്പോ ബുദ്ധിമുട്ടാന്നാ പറഞ്ഞ. ഒറ്റമുണ്ടാകുമ്പോ നടക്കാൻ നടക്കാം. ഇങ്ങനത്തെ ഇവിടെ ഉണ്ട്, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അത് ഒറ്റമുണ്ടാണ്, 2 മീറ്ററിന്റെ 2 എണ്ണം വാങ്ങിച്ചപ്പോൾ കൊണ്ടുവന്ന വഴി ഞാൻ പറഞ്ഞു കുറച്ചു നേരം പുറത്തിരിക്കട്ടെ എന്ന്. ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് അഞ്ഞ് നമുക്ക് അകത്തെടുത്ത് വെക്കാം. 2 എണ്ണം മേടിച്ചു. 298 റേറ്റ്. 2 മീറ്റർ. ഞാനൊരു 3 ക്യാരറ്റ് എടുത്ത്
മകള് പറഞ്ഞതനുസരിച്ച് അവക്ക് കാന്താരിമുളക് പിക്കിളിട്ടപ്പോ എന്നോട് പറഞ്ഞു ക്യാരറ്റ് അങ്ങനെ ഒന്ന് ഇട്ട് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചെയ്യാം. ഇന്നിപ്പോ സൺഡേ അല്ലേ, ടൈം ഉണ്ടല്ലോ ഇഷ്ടം പോലെ, എല്ലാവർക്കും ടൈം ഉണ്ട്, ഫ്രീ ഡേ ആണ്. അതുകൊണ്ട് അമ്മ ഫ്രീ ബേർഡ് അല്ല ഇത്. അല്ല, എനിക്ക് ബിസിയായി ഇന്നത്തെ ദിവസം. അപ്പൊ ഞാൻ കരുതി എന്നാ അത് ഒന്ന് വിനീഗറും ഉപ്പും ചേർത്തൊന്ന് കാന്താരിമുളക് ചെയ്യുന്നത് പോലെ ചെയ്യാൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത്, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ക്യാരറ്റ് എന്നാ ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കാം. ക്യാരറ്റ് ഞാൻ കഴുകി വെച്ച് ചുരണ്ടി എടുത്താം, ക്ലീൻ ചെയ്തെടുത്ത് എന്നിട്ട് ഓരോ ക്യാരറ്റും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് കട്ട് ചെയ്യണ വിധം ജസ്റ്റ് ഒന്ന് കാണിക്കാം. കോല് പോലെ കാണിക്കാം. കുറച്ച് തിക്നെസ് ആയിട്ട്, എന്നാൽ തീരെ കട്ടി കുറവുമല്ല. ഇതുപോലെ എന്നിട്ട് നമ്മൾ ആവി കയറ്റണം, എന്നാലേ നമുക്ക് പിറ്റേ ദിവസം മുതൽ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പച്ചനയായിട്ട് ഇരിക്കൂല. അപ്പൊ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നോക്കി മൊത്തം അങ്ങ് അരിഞ്ഞെടുക്കുക. ഇച്ചിരി വീര് കൂടുതലാന്ന് തോന്നുവാണെങ്കിൽ ഇതേ രണ്ടാക്കുക. ഇതാകുമ്പോ ഒരു കോല് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുപ്പിന്ന് എടുത്ത് തിന്നാം. നല്ല രസമാണ്. നീളത്തിലുള്ള ഒരു കുപ്പിയിൽ ഇടാം കേട്ടോ. ക്യാരറ്റ് ഇത്രയും ഗുണമുള്ള ഒരു സാധനം വേറെ ഇല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇത് കഴിക്കാം അല്ലേ. ക്യാരറ്റ് സൂപ്പറാണ്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. വൈറ്റമിൻ സി ഉണ്ട്. കണ്ണിനും മുടിക്കും ഒക്കെ വളരെ നല്ല ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ്. ക്യാരറ്റ് സ്ലൈസ് ചെയ്യുവാണ്. സ്റ്റോറീസ് അമ്മയുടെ ക്യാരറ്റ് സ്ലൈസിങ് ഇതിനുള്ള പരിപാടിയാണ്. ആർക്കറിയാം എന്തൊക്കെയോ പരിപാടി. എന്നോട് പറഞ്ഞില്ലേ ചെയ്തു എന്താണ് കള്ളിയായിട്ടിരുന്ന് ചോദിക്കുമോ. ചില പൂച്ചകളുണ്ട്, ചില സാധനങ്ങളൊക്കെ വെച്ചാൽ കാണൂല്ലോ ഇവിടെ, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ ഇരുന്നോളൂ. നല്ലതായിട്ട് അമ്മ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് അങ്ങനെ സ്ലൈസിങ് കഴിഞ്ഞു. അതെ, ഇനി നമുക്ക് അപ്പച്ചെമ്പില് ആവി കയറ്റി വിനീഗർ ഉപ്പും ഒക്കെ ചേർത്ത് റെഡിയാക്കാം. ഇത് നല്ല കറങ്ങാതിരിക്കണം കേട്ടോ. ശരിയാണ്. അതെ, നമ്മ കുളിച്ച് സുന്ദരിയായിട്ട് ഒന്നും ആയില്ല, കുളിച്ചോ. അപ്പൊ നമ്മള് ക്യാരറ്റ് ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദേ അപ്പച്ചമ്പിന്റെ തട്ടില് അടിയിൽ വെള്ളം ഒഴിച്ച് വെച്ച് തട്ട് വെച്ച് ഒരു വാഴയില വെച്ച് മീതെ വെള്ളം വീഴാതെ ആട്ടെ വാഴയില വെക്കണം. മീതെ നമ്മൾ ആവി കയറ്റാനായിട്ട് വെക്കുക. ആവി കയറ്റുന്ന സാധാരണ എല്ലാവർക്കും അറിയാവും. പച്ചമുളക് എല്ലാം ചെയ്യണമെന്നല്ലേ അങ്ങനെ. എന്നിട്ട് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് വിനീഗറും ഉപ്പും ഇച്ചിരി ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം അടയ്ക്കട്ടെ. അടച്ചോ. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. നമുക്ക് സമയം കാണിക്കാം. 6:30 ആയി. ഒരു 5 മിനിറ്റ് അത് കയറ്റിയാൽ മതി. 6:30 കഴിഞ്ഞു അല്ലേ. നമ്മളിതേ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇനി എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ തീർന്നതായിരിക്കും കേട്ടോ കണക്ക്. അതൊന്നും കുഴപ്പമില്ല, തീർന്നോട്ടെ. അപ്പൊ നമ്മളിതേ തിളപ്പിച്ച് അരച്ച വെള്ളം അതിലേക്ക് നന്നായി ആറണം, അല്ലെങ്കിൽ ഇതിൽ കിടന്ന് വീണ്ടും വേവും. വേവും. ഹാഫ് ബോയിലാണ് ശരിക്കും പാടുള്ളൂ ക്യാരറ്റ്. അപ്പൊ ഇത്ര ഉപ്പ് തൽക്കാലം ഇട്ട് നോക്കാം. പിന്നെ കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാലോ. ഇനി വിനീഗർ കേട്ടോ. വിനീഗറും ഒരു ഉദ്ദേശം ഞാൻ ഒഴിക്കുവാട്ടെ, കൃത്യ അളവ് അങ്ങനെ നോക്കണില്ല. നമുക്ക് ക്യാരറ്റിനാകുമ്പോ അധികം പുളിപ്പ് വേണ്ടായിരിക്കും. അല്ല, ഞാൻ ഇട്ട് തരാം. ക്യാരറ്റൊക്കെ ഇട്ട് മിക്സ് ആക്കട്ടെ, എന്നിട്ട് അതനുസരിച്ച് വിനീഗർ എത്ര വേണമെങ്കിലും ചേർക്കാലോ. അതെ, ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇടുക. ഇട്ട് വെച്ചേക്കണോ? ഇട്ട് കുറച്ചതിൽ മിക്സ് ആവട്ടെ, എന്നിട്ട് കുപ്പിയിലാക്കിയാൽ മതി. നീളം ഇങ്ങനെ ആയിട്ട് അരിഞ്ഞുകൊണ്ട് പിക്കിള് മറ്റേ കാന്താരി പോലെയല്ലല്ലോ, ചെറുതല്ലല്ലോ. അപ്പം വെള്ളത്തിൽ കിടന്ന് ഒന്ന് കുടിക്കട്ടെ. അതിൽ ഒന്ന് ഉപ്പും പുളിയും ഒക്കെ, പിന്നെ കാണിച്ചാൽ ഉപ്പും പുളിയും അതിലേക്ക് പിടിക്കണം കുറച്ചു നേരം. നല്ല പുളിയൊക്കെ ഉള്ളതുകൊണ്ട് പുളി എങ്ങനെയാ കൂടുതലുണ്ടോ? പുളി ഇച്ചിരി ഉപ്പ് വേണം. ഉപ്പ് അതിലുണ്ട്, ലയിക്കാനുണ്ട്. ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എടുക്കാൻ നേരത്ത് നമുക്ക് കാണിക്കാം. എന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ബോട്ടിലേക്ക് മാറ്റാനാണ്. ഇടയ്ക്കല്ല, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചോ. ക്യാരറ്റ് ഉള്ളിൽ പോകാനുള്ള ഒരു മാർഗവും കൂടെ അല്ലേ ഇത്. അപ്പൊ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ കുപ്പിയിലാക്കാൻ നേരത്തെ നമുക്ക് റെഡിയാക്കാം. വിനീഗർ ഇത് മതി, പുളിയുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളൊരു. അപ്പൊ സൺഡേ ഈവനിങ്ങിൽ ഒരു പരിപാടിയായി അല്ലേ. ഇനി കുപ്പിയിലാക്കാം. കുറച്ച് കഴിയട്ടെ, നേരത്തെ എടുക്കാം. നമുക്ക് ഇതിൽ പിടിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മുളക് പോലെ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങൂല, മുഴുത്ത പീസുകളല്ലേ, ഇതിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടണം. അപ്പൊ കുപ്പിയിലാക്കാൻ ഉണ്ടാവുന്ന ഡൗട്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ.
അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ്. അമ്മ സ്പെഷ്യൽ പഞ്ഞി പോലത്തെ അരികു ബ്രൗൺ ആയ ലേസ് വന്നിട്ടുള്ള പാലപ്പം വിത്ത് ഫിഷ് മോളി. നെയ്മീൻ ഫിഷ് മോളിയാണ് കേട്ടോ. യമ്മി ആയിട്ടുള്ള ഒരു ഡിന്നറാണ്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് പാലപ്പവും വട്ടയപ്പവും വെള്ളയപ്പവും കള്ളപ്പവും ഒക്കെ ആയിരിക്കും. കാരണം മാവ് അമ്മ ഇങ്ങനെ തീരാതെ പുതിയതെടുത്ത് വെച്ചിട്ടാണ് അമ്മ ഉണ്ടാക്കണത്. അപ്പോൾ അത് കാരണം കുറച്ച് നാളത്തേക്ക് ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അതെ, ഫിഷ് മോളി നല്ല ഗ്രാൻഡ് ആട്ടോ. നെയ്മീനല്ലേ, സൂപ്പറാ, അടിപൊളി. പിന്നെ പാലപ്പം, പിന്നെ അറിയാലോ